ഹലോ, എന്താ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ബെഡ്റൂം വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമിലുള്ള അകം. ഞാൻ ബെഡ്റൂം തൂത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുറിക്കുള്ളിലെല്ലാം ഭയങ്കര ചപ്പാണ്. അതെല്ലാം തൂത്ത് വൃത്തിയാക്കുക. മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ബെഡ്റൂമിനുള്ളിലെല്ലാം വൃത്തിയാക്കുന്നത്. അവരുണ്ടെങ്കിൽ അടിക്കും ചിട്ടയായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാണ് ഞാൻ ബെഡ്റൂമിനുള്ളിലെല്ലാം വൃത്തിയാക്കുന്നത്. തൊണ്ട അടച്ചിരിക്കുന്ന പനിയാണ് ഗൈസ്, അതുകൊണ്ടാണ് ഒച്ചയടക്കം. ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് റൂമിനുള്ളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തുണികൾ ഉണക്കാനായി ഇട്ടേക്ക് വന്ന് മഴയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുണികൾ ഉണങ്ങി കിട്ടാൻ. അപ്പോൾ നനച്ചിങ്ങനെ ജനലയിലൊക്കെ ഇട്ടാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഉണക്കിയെടുക്കുന്നത്. ഇത് അലക്കാനുള്ള തുണികളാണ്. ഇത് അലക്കി ഉണങ്ങിയ തുണികളാണ്. അത് മടക്കി വെക്കാൻ പോകുവാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ മേശപ്പുറത്ത് കൂട്ടിയിട്ടേക്കും തുണികൾ. നനച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തുണികൾ കൂട്ടിയിടും. പിന്നെ അത് സമയം കിട്ടുമ്പോൾ മടക്കി വയ്ക്കാറാണ് ഞാൻ ചെയ്യാറ്. തുണികളൊക്കെ എടുത്ത് മടക്കി വെക്കുവാണ്. ഒരുപാട് തുണികൾ കാണും എന്നും നനയ്ക്കാൻ. കാരണം ഞാൻ ഹസ്ബൻഡും കുഞ്ഞുങ്ങളുടെയും എല്ലാം കാണും ഡ്രസ്സുകൾ നനയ്ക്കാൻ. ഹസ്ബൻഡിന് തടിയുടെ പണിയാണ്. ചുമട്ട് തൊഴിലാളിയാണ്, ടിമ്പർ വർക്കാക്കും. പുള്ളിയുടെ തുണികൾ ഒത്തിരി കാണും നനയ്ക്കാൻ. അതുപോലെ എൻ്റെ മക്കളുടെ തുണികളും കാണും. അവരെപ്പോഴും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നവരല്ലേ. അപ്പോൾ എന്നും അലക്കാൻ തുണികൾ ഒരുപാടുണ്ടാവും. മഴയാണെങ്കിൽ അലക്കിയേ പറ്റൂ. അപ്പോൾ ഇതുപോലെ അലക്കി മുറിക്കുള്ളിൽ അയവെള്ളി കെട്ടി അതിലാണ് തുണികൾ ഉണങ്ങാനിടുന്നത്. ഞാനിങ്ങനെ ഓരോ തുണികളായിട്ട് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തുണികളൊക്കെ മടക്കി തീരാറായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.